ഇവന്റ് മാനേജ്മെന്റ് ഈസ് നോട്ട് എ വൺ മാൻ ഷോ. നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അല്ലെ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഇവന്റ് മാനേജ്മെന്റ്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടീം ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടത് അവർക്കൊരു പ്രോപ്പർ ടീം ഉണ്ടോ എന്നുള്ളതാണ്. ടീം എന്ന് പറയുന്നത് ഇപ്പം ഒരാളോ രണ്ടുപേരോ ഉള്ളതല്ല ഒരു ടീം. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒരു പ്രോപ്പർ ഇവന്റ് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ സ്ട്രക്ചർ ടീം. ഫോർ എക്സാമ്പിൾ റെഡ് ഡോട്ടിൽ ഞങ്ങളുടെ ഒരു ടീമിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വൺസ് വി ഗെറ്റ് എ ക്ലയന്റ് എൻക്വയറി ദ ഫസ്റ്റ് ടച്ച് പോയിന്റ്സ് വിൽ ബി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീം. അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് എല്ലാം വെച്ചിട്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീമിന്റെ ജോലി. വൺസ് ദ കസ്റ്റമർ ഈസ് കൺഫേംഡ് ആൻഡ് customer wants to proceed with us, then this customer will be passed on to the second team, that is a wedding planning team. വെഡിങ് പ്ലാനിംഗ് ടീമിലാണ് ഇവരുടെ റിക്വയർമെന്റ്സിന് അഗൻസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്ലാനിങ്, ഡിസൈൻസ് എന്താണ്, ഇതിന്റെ 2D വേണമെങ്കിൽ 2D, ഇതിന്റെ 3D വേണമെങ്കിൽ 3D, ഇതെല്ലാം നടക്കുന്നത് വെഡിങ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വൺസ് വെഡിങ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 3Dയും 2Dയോ വാട്ട് എവർ ഡിസൈൻസ് എല്ലാം ഫൈനലൈസ് ചെയ്ത് കസ്റ്റമർക്ക് ഫൈനലി ഡെലിവറബിൾസ് എന്തൊക്കെയാണോ പോകേണ്ടത് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്താൽ ദാറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ടു ദ പ്രൊഡക്ഷൻ ടീം. പ്രൊഡക്ഷൻ ടീം ഇവന്റിന്റെ ദിവസമാണ് ഇതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. വൺസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ ടീമിന്റെ റോൾ കഴിഞ്ഞ് വീണ്ടും ഇവന്റ് പ്ലാനിംഗ് അല്ലെങ്കിൽ വെഡിംഗ് പ്ലാനിംഗ് ടീം ആയിരിക്കും വീണ്ടും അവിടെ ടേക്ക് ഓവർ ചെയ്യുന്നത്. അവരായിരിക്കും ആ ദിവസം ഇവന്റ് ഷോ റൺ ചെയ്യുന്നത്. ദേ ആർ ദ ഷോ റണ്ണേഴ്സ്. അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇവന്റ് എക്സിക്യൂഷൻ ടീം അല്ലെങ്കിൽ ഇവന്റ് പ്ലാനിംഗ് ടീമിന്റെ ജോലിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എപ്പോഴും നോക്കുമ്പോൾ ഒരു നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ടീം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.